കണ്ണൂർ ധനലക്ഷ്മി നഴ്സിംഗ് കോളേജ് സ്റ്റുഡൻസ് അവതരിപ്പിക്കുന്ന ഒരു ലഘു നാടകം ഇവിടെ അരങ്ങേറുന്നതായിട്ട് കൊതുകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാനും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് ഈ ലഘു നാടകം അവതരിപ്പിക്കുന്നത്. മേഡം അല്ല പെട്ടെന്ന് കേസ് കേട്ടോ അമ്മയുടെ പനിയായിട്ട് കേസ് നമസ്കാരം ചെയ്യുന്നു പനിയല്ലേ തുടങ്ങിയ ജലദോഷം ഉണ്ടോ? ഉണ്ട്. കഫ എങ്ങനെയാ? മരുന്ന് ഹോസ്പിറ്റൽ വരുന്നില്ല. വീട്ടിൽ വേറെ ആർക്കും പനിയുണ്ടോ? എല്ലാവർക്കും പനിയൊന്നുമില്ല. നല്ല തലവേദന ഡോക്ടർ. മൂത്രം എങ്ങനെയാ? മഞ്ഞ രണ്ട് സ്ഥലത്തേക്ക് 5 ദിവസത്തേക്ക് പനിയാ പറഞ്ഞിരുന്നത്. അത് രാവിലെ റബ്ബറേറ്റാൻ വരുമ്പോ ഇതൊക്കെയാണ് കർഷകരുടെ പറയുന്നത്. ഇവിടെ പറയുന്നത് പൊതുവെയാണ് നിസ്സാരമായി കാണുന്നത്. എത്രമാത്രം രോഗങ്ങൾ മനുഷ്യരിലേക്ക് വരുന്നത് കൊതുക് വഴി പല എത്രമാത്രം രോഗങ്ങൾ ഉണ്ടെന്നാണ് മനുഷ്യരിലേക്ക് വരുന്നത്. 5 ദിവസമായിട്ട് പനി കുറപ്പിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കൊതുകുകളെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ശുദ്ധജലത്തിൽ വളരുന്നവയും രണ്ടാമത് അശുദ്ധജലത്തിൽ വളരുന്നവയുമാണ്. ശുദ്ധജലത്തിൽ വളരുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്തിയും ഈഡിസ് ആൽബോപിക്ടസും. അശുദ്ധജലത്തിൽ വളരുന്നവയാണ് അനോഫിലസും ക്യൂലക്സ് കൊതുകും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ക്യൂലക്സ് കൊതുകിന്റെ സവിശേഷതകളെ കുറിച്ചാണ്. ക്യൂലക്സ് കൊതുകിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മെലിഞ്ഞ ശരീരവും നീളമുള്ള കാലുകളും നീളമുള്ള ചിറകുകളുമായിരിക്കും. ഈ ചിറകിന്റെ നീളം എന്ന് വെച്ചാൽ 3 മുതൽ 5 മില്ലിമീറ്റർ മുതലും 4 മില്ലിമീറ്റർ വരെയാണ് ഇവയുടെ ചിറകിന്റെ വലിപ്പം. ഇവയുടെ കളറ് വെള്ള കളറിലും ചാര കളറിലും പിന്നെ പച്ച കളറിലുമാണ് ഇവ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഇവ പെറ്റുപെരുകുന്നത് വെള്ളക്കെട്ടിലും സെപ്റ്റിക് ടാങ്കിലും മഴവെള്ള ടയർ അല്ലെങ്കിൽ കാരലുകളിലുമാണ് ഇവ പെറ്റുപെരുകുന്നത്. ഇവ മുട്ടയിടുന്നത് ജലത്തിന്റെ മുകളിൽ പോയിട്ട് മുട്ടയിടുകയും ഈ മുട്ട ബോട്ടിന്റെ ആകൃതിയിലുമാണ് കാണപ്പെടുന്നത്. ഇവയുടെ ചിറകുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇവ പറക്കുമ്പോൾ ഇവയുടെ ചിറകുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ചെറിയ സൗണ്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. ഇവ മനുഷ്യരിലേക്ക് ആകർഷിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ മനുഷ്യന്റെ ചൂടും മനുഷ്യൻ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡും കണ്ടെത്തിയുമാണ് ഇവ മനുഷ്യരിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ക്യൂലക്സ് കൊതുകുകളിൽ 1000-ൽ പരം ഇനങ്ങളാണ് കാണപ്പെടുന്നത്. ഇവ പരത്തുന്ന രോഗങ്ങൾക്ക് വെച്ചാൽ മന്തും ജപ്പാൻ ജ്വരവുമാണ്. ഈ 2 രോഗങ്ങളാണ് ക്യൂലക്സ് കൊതുകുകൾ പരത്തുന്നത്. അടുത്തതായി ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്റെ സുഹൃത്തായ മിസ് അഞ്ജനേഴ്സ് ആണ്. അഞ്ജനേഴ്സിനെ പറഞ്ഞത് ക്യൂലക്സ് കൊതുകിനെ പറ്റിയാണ്. അതോടൊപ്പം തന്നെ മലിനജലത്തിൽ വളരുന്ന മറ്റൊരു കൊതുകാണ് അനോഫിലസ് കൊതുക്. ഇനി നമുക്ക് അനോഫിലസ് കൊതുകിനെ പരിചയപ്പെടാം. ഇവയാണ് അനോഫിലസ് കൊതുകുകൾ. ഈ കൊതുകിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കാണാൻ നിസ്സാരക്കാരാണെങ്കിലും ഇവ മലേറിയ പോലുള്ള രോഗം പകർത്താൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഈ കൊതുകിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊരു കൊതുകിനെ വെച്ച് നോക്കുമ്പോൾ ഈ കൊതുകിന്റെ സവിശേഷതകൾ ഇത് 30 മുതൽ 45 ഡിഗ്രി ചരിവ് നിലനിർത്തിയിട്ടാണ് മനുഷ്യനെ കുത്തുന്നത്. പിന്നെ ഇതിന്റെ ചിറകുകൾ കാണാം. ചിറകുകൾ ചതമ്പൽ പോലെ, അതായത് ഒരു ചാര കളർ നിറത്തിലാണ് ഇതിന്റെ ചിറകുകൾ. അതോടൊപ്പം തന്നെ ഈ കൊതുകുകൾ മലിനമായ വെള്ളത്തിലും പിന്നെ വലിച്ചെറിയപ്പെട്ട ബക്കറ്റ്, പാട്ട എന്നിവയിലും ഇത് വളരുന്നതാണ്. അടുത്തതായി ശുദ്ധജലത്തിൽ വളരുന്ന കൊതുകിനെ പറ്റി പറയാൻ എന്റെ സുഹൃത്തായ അഞ്ജു വീരേഷൻ. നമ്മൾ ഇത്രയും നേരം പരിചയപ്പെട്ടത് മലിനജലത്തിലൂടെ വളരുന്ന കൊതുകുകളെ പറ്റിയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശുദ്ധജലത്തിൽ വളരുന്ന കൊതുകുകളാണ്.
എന്റെ സുഹൃത്ത് മിസ് എമിൽ റോസ് പറയുകയുണ്ടായി, ശുദ്ധജലത്തിൽ വളരുന്ന കൊതുകുകളെ പ്രധാനമായി രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഈഡിസ് ഈജിപ്തിയും രണ്ടാമത്തത് ഈഡിസ് ആൽബോപിക്ടസും. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈഡിസ് ഈജിപ്തിയെ പറ്റിയാണ്. ഇവയാണ് ഈഡിസ് ഈജിപ്തി. ഇവ സുന്ദരി കൊതുകുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവയുടെ കാലുകളിലും അതേപോലെ തന്നെ ഇവയുടെ തലയൊട്ടികളിലും വെളുത്ത നിറത്തിലുള്ള ഒരു പ്രത്യേകതര അടയാളങ്ങളും പാറ്റേണുകളുണ്ട്. ഇവ സുന്ദരി കൊതുകുകളാണെങ്കിൽ പോലും ഇവ ഗുരുതരമായ പല രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക വൈറസ്, മഞ്ഞപ്പനി മുതലായ ഒട്ടനവധി രോഗങ്ങൾ പരത്തുന്നവയാണ് ഈ സുന്ദരി കൊതുകുകൾ എന്നറിയപ്പെടുന്ന ഈ ഈഡിസ് ഈജിപ്തി. മറ്റു കൊതുകുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ പ്രധാനമായി സജീവമാകുന്നത് അതിരാവിലെയായിരിക്കും. കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലാണ് ഇവ മുട്ടയിട്ട് പെരുകുകയും ഇവയുടെ മൂർച്ചയേറിയ കൊമ്പുകൾ ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിൽ നിന്ന് രക്തം കുടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവയുടെ മറ്റൊരു പ്രത്യേകത, സാധാരണ എല്ലാ കൊതുകുകളെ പോലെ തന്നെ പെൺകൊതുകുകളാണ് മനുഷ്യന്റെ രക്തം കുടിക്കുന്നത്. ആൺകൊതുകുകൾ പ്രധാനമായി സസ്യത്തിന്റെയും അതേപോലെ തന്നെ പുഷ്പങ്ങളുടെ നീരുമാണ് ആഹാരമാകുന്നത്. ഇനി ഇവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് മനുഷ്യന്റെ സ്ഥാനത്ത് വളരെയധികം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേകതരം കഴിവ് ഈ ഈഡിസ് ഈജിപ്തി കൊതുകുകൾക്കുണ്ട്. വളരെയധികം ഉയർന്നു പറക്കുന്നതിനാൽ ഇവയ്ക്ക് കാഴ്ചശക്തി കുറയുന്നു എന്നൊരു ബോധ്യം ഇവയ്ക്ക് സ്വയമേ ഉള്ളതിനാൽ തന്നെ ഇവ മനുഷ്യന്റെ സമീപത്തായി മനുഷ്യന്റെ ചുറ്റളവിലാണ് ഇവ പറക്കുന്നത്. ഇവ പറക്കുന്ന പരമാവധി ഉയരം എന്ന് പറയുന്നത് ഏകദേശം 15 മീറ്റർ ഉയരത്തിലാണ് ഇവ പറക്കുന്നത്. അതുപോലെ തന്നെ വളരെ പരിമിതമായ ജലാശയങ്ങളിൽ പോലും മുട്ടയിട്ട് പെരുകാനുള്ള ഒരു വളരെയധികം പ്രത്യേകതരം കഴിവ് ഈ ഈഡിസ് ഈജിപ്തി കൊതുകുകൾക്കുണ്ട്. അടുത്ത ശുദ്ധജലത്തിൽ വളരുന്ന കൊതുകായ ഈഡിസ് ആൽബോപിക്ടസിനെ പറ്റി സംസാരിക്കുവാനായി എന്റെ സുഹൃത്ത് മിസ് ദിജിനേഷ്. എന്റെ സുഹൃത്ത് അഞ്ജു ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട ഒരു കൊതുകിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അതേ വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു കൊതുകാണ് ഈഡിസ് ആൽബോപിക്ടസും. ഇതിനെ കടുവ കൊതുക് എന്നും ഫോറസ്റ്റ് കൊതുക് എന്ന് അറിയപ്പെടുന്നു. കടുവ കൊതുക് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കടുവയുടെ രൂപത്തിന് സമാനമായ വരകൾ ഇത്തരം കൊതുകുകളുടെ ശരീരത്തിൽ കാണപ്പെടുന്നു. പ്രധാനമായും കൊതുകിന്റെയും തലയുടെയും മധ്യഭാഗത്തായിരിക്കും ധാരാളം വെള്ളവരകൾ കാണപ്പെടുന്നത്. കൂടാതെ ശരീരത്തിലും കാലുകളിലും കറുത്ത വരകളും വെളുത്ത വരകളും കാണപ്പെടുന്നു. ഇത് ഏകദേശം 10 മില്ലിമീറ്ററിൽ നീളം ഉണ്ടാകും. അതേപോലെ ആൺകൊതുകുകളിൽ പെൺകൊതുകുകളെക്കാൾ ചെറുതായിരിക്കും. ഇവ കൂടുതലായി കാണപ്പെടുന്നത് പൂച്ചട്ടികൾ, പാത്രങ്ങൾ, അടഞ്ഞ ഓടകൾ എന്നിവിടങ്ങളിലെ വെള്ളങ്ങളിലായിരിക്കും ഇത് കൂടുതലായി പെറ്റുപെരുകുന്നത്. മറ്റുള്ള കൊതുകുകളാണെങ്കിൽ നീളത്തിലേക്ക് നേരിട്ടായിരിക്കും മുട്ടയിടുന്നത്. എന്നാൽ ഈഡിസ് ആൽബോപിക്ടസ് വെള്ളത്തിന് സമീപത്തായിരിക്കും മുട്ടയിടുന്നത്. ഇത് മനുഷ്യരിൽ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ പകൽ സമയത്തും സന്ധ്യാസമയത്തായിരിക്കും ഇവയെ ധാരാളമായി കാണപ്പെടുന്നത്. അപ്പൊ ഇതുവരെ കൊതുകുകളെ പറ്റിയും അവയുടെ സവിശേഷതകളും അവ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന രോഗങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ഇവയെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടി മിസ് അഷ്ന ഗോവിന്ദനെ ക്ഷണിക്കുന്നു. നമ്മളിപ്പോ ഇവിടെ എത്ര തരത്തിലുള്ള കൊതുകുകൾ ഉണ്ടെന്നും അതിന്റെ ഓരോ സവിശേഷതകളെ കുറിച്ച് നമ്മളിപ്പോ ഇവിടെ കണ്ടു. ഇനി എങ്ങനെ ഈ ഓരോ തരത്തിലുള്ള കൊതുകുകളെ അല്ലെങ്കിൽ എങ്ങനെ അവരിൽ നിന്ന് നമുക്ക് സംരക്ഷണം നേടാനുള്ള അതിന്റെ നിയന്ത്രണ മാർഗങ്ങളാണ് ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് കൊതുകിന് നോക്കുകയാണെങ്കിൽ കൊതുക് ആദ്യം മുട്ടയിട്ട് അത് ലാർവയായി പിന്നെ പ്യൂപ്പയായിട്ടും പിന്നെയാണ് പൂർണ്ണ വളർച്ചയിൽ എത്തുന്ന ഒരു കൊതുകായി മാറുന്നത്. കൊതുകിന്റെ നിയന്ത്രണം 3 തരത്തിലാണ് നമ്മൾ പറയുന്നത്. ആദ്യം കൊതുക് മുട്ടയിട്ട് ലാർവയായ ആ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന നിയന്ത്രണം, പിന്നെ പൂർണ്ണ വളർച്ച എത്തിയ കൊതുകിലുണ്ടാകുന്ന നിയന്ത്രണം, പിന്നെ എങ്ങനെ കൊതുക് കടിയിൽ നിന്ന് എങ്ങനെ നമുക്ക് സംരക്ഷണം കിട്ടാമെന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ കൊതുകിന്റെ ലാർവയെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. 3 തരത്തിലാണ് നമുക്ക് കൊതുകിന്റെ ലാർവയെ നിയന്ത്രിക്കാൻ പറ്റുന്നത്. ആദ്യത്തേതാണ് പരിസ്ഥിതി നിയന്ത്രണം, രണ്ടാമത്തേതാണ് രാസനിയന്ത്രണം, മൂന്നാമത്തേതാണ് നമ്മുടെ ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത്. പരിസ്ഥിതി നിയന്ത്രണത്തിൽ വരുന്നതാണ് കൊതുകിന്റെ ഉറവിടം അല്ലെങ്കിൽ അതിന്റെ പ്രജനന സ്ഥലമായി കണ്ടെത്തി നശിപ്പിക്കുന്നത് എന്നത്. അതിന് തന്നെ 2 തരത്തിലാണ് പറയുന്നത്. ആദ്യത്തെ തന്നെ നമ്മുടെ വീടിന്റെ പുറത്തുള്ള ഉറവിടങ്ങളും വീടിനകത്ത് വരുന്ന ഉറവിടങ്ങളും. വീടിന്റെ പുറത്ത് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒഴിഞ്ഞ കുപ്പിയോ പാത്രമോ നമ്മളുടെ റബ്ബർ ചിരട്ട, ടയറ്, കുപ്പി, മുട്ടത്തോടില്ലേ നമ്മൾ സാധാരണ പുറത്ത് കളയുന്ന മുട്ടത്തോട്, ഇതൊക്കെ കൊതുകിന്റെ ഉറവിടമായിട്ട് നമുക്ക് കണക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ മരപ്പൊത്തോ വാഴക്കയോ പിന്നെ വീടിന്റെ സൺഷെയ്ഡ് ഇതൊക്കെ ഒരു ഉറവിടമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. ഇനി നമ്മുടെ വീടിന്റെ അകത്തുള്ള ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്തുള്ള അക്വേറിയം ഉണ്ട്, അക്വേറിയം ആവാം, പിന്നെന്താ നമ്മൾ അലങ്കാര ചെടികൾ വെക്കുന്ന ആ ഒരു പാത്രം, അല്ലെങ്കിൽ എന്താ ഫ്രിഡ്ജിന്റെ ട്രേ, നമ്മുടെ അകത്ത് വെക്കുന്ന ചെടിച്ചട്ടിയിൽ അടിയിൽ വെക്കുന്ന ട്രേ, ഇതിലൊക്കെ മുട്ടയിട്ട് അതിന്റെ ഉറവിടമായിട്ട്
അത് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ നോക്കി കൃത്യമായ രീതിയിൽ ഇതിലുള്ള വെള്ളവും എല്ലാം മാറ്റേണ്ടതാണ്, അനിവാര്യമാണ്. ഇതാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിൽ വരുന്ന നിയന്ത്രണങ്ങൾ. ഇനി നമ്മൾ രാസനിയന്ത്രണത്തിൽ വരുന്നതാണ് ചില എണ്ണകളോ അല്ലെങ്കിൽ കൃത്രിമമായി നിർമ്മിതപ്പെട്ട ചില രാസവസ്തുക്കളോ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമ്മൾ എണ്ണകൾ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് മിനറൽ എണ്ണ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ മണ്ണെണ്ണയില്ലേ, സാധാരണ മണ്ണെണ്ണയോ ഡീസലോ അങ്ങനെ എന്തെങ്കിലുമാണ്. അപ്പൊ മണ്ണെണ്ണയാണെങ്കിൽ കൃത്യമായ അളവിൽ മണ്ണെണ്ണയും സാധാരണ വെളിച്ചെണ്ണയും ഇല്ലേ, അത് രണ്ടും കൂടി ഒരേപോലെ കലർത്തിയിട്ട് വേണം നമ്മൾ ആ ഒരു വെള്ളത്തിൽ ഒഴിക്കണം എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒഴിക്കുമ്പോൾ വെള്ളത്തിന്റെ മുകളിൽ ഒരു പാട പോലെ ഉണ്ടാവുകയും ചെയ്യും. ഈ മുട്ടയിട്ട് വളരുന്ന കൊതുകിന് ശ്വസിക്കാനുള്ള വായു കിട്ടാതെയാണ് എണ്ണകൾ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് സംഭവിക്കുന്നത്. ഇനി മൂന്നാമത്തെ പറയുന്നത് ജൈവ നിയന്ത്രണമാണ്. ജൈവ നിയന്ത്രണം എന്ന് പറയുന്നത് വെച്ചാൽ കൊതുകിന്റെ ലാർവയെ കഴിക്കുന്ന ചില മത്സ്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാവോ? ഗപ്പി, പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടുമ്പുറത്തുകാർ പറയുന്ന പോലെ മാനത്ത് കണ്ണി എന്നൊക്കെ പറയല്ലേ. അപ്പൊ ഈ രണ്ട് മീനുകൾ എന്ന് വെച്ചാൽ കൊതുകിന്റെ ലാർവ കഴിക്കുന്നവരെയാണ്. ഇതാണ് നമ്മളുടെ കൊതുകിന്റെ ലാർവയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗനിയന്ത്രണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് പൂർണ്ണ വളർച്ചയെത്തെ കൊതുകിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് പറയാനായി ഞാൻ മിസ് അർലിനെ ക്ഷണിച്ചത്. കേട്ടത് ലാർവൽ സ്ഥിതിയിലുള്ള കൊതുകുകളെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയായിരുന്നു. ഇനി നമ്മൾ അറിയാൻ വേണ്ടി പോകുന്നത് എങ്ങനെ പൂർണ്ണ വളർച്ചയെത്തിയ കൊതുകിനെ നശിപ്പിക്കാം അല്ലെങ്കിൽ കൊതുകുകളെ എങ്ങനെ തുരത്താം എന്നുള്ള രീതികളെ കുറിച്ചാണ്. ഇപ്പൊ നമുക്ക് സാധാരണ കൊതുകിന്റെ അളവ് കൂടുന്ന നമ്മൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? ഈ PHSന്ന് ഒക്കെ കൊണ്ട് നമുക്ക് മരുന്നടിച്ചു തരാറില്ലേ? ഈ മരുന്നടിക്കുന്നത് ഹിറ്റൊക്കെ മേടിച്ച് നമ്മൾ കൊതുക് കൂടുമ്പോൾ അടിക്കാറില്ലേ? ഇതാണ് നമ്മൾ സാധാരണയായിട്ട് കൊതുകുകൾ കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കും, എങ്കിലേ പൂർണ്ണ വളർച്ചയെത്തിയ കൊതുകിനെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് റെസിഡുവൽ സ്പ്രേ. റെസിഡുവൽ സ്പ്രേ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കൊതുക് കൂടുമ്പോൾ നമ്മൾ ഈ ഭിത്തിയിലൊക്കെ കുറേ സ്പ്രേ അടിക്കൂലേ, നമുക്ക് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് സ്പ്രേ അടിക്കും, കാലത്തോടത്തി സ്പ്രേ അടിക്കും, അതുപോലെ തന്നെ മേൽക്കൂരകളിൽ സ്പ്രേ അടിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ വീടുകളിലും കാലിത്തൊഴുത്തിലും നമ്മുടെ റൂമിലൊക്കെ നമ്മൾ അടിക്കുന്ന സ്പ്രേനെയാണ് റെസിഡുവൽ സ്പ്രേ എന്ന് പറയുന്നത്. ഈ സ്പ്രേയിൽ എന്തൊക്കെ ഉള്ളതെന്ന് അറിയാമോ? ഇപ്പൊ DDT എല്ലാവരും കേൾക്കുന്ന പേരാണ് DDT. ഇപ്പൊ ഈ DDT, മാലത്തിയോൾ, ലിൻഡേൽ ഇങ്ങനെയുള്ള കുറച്ച് രാസവസ്തുക്കൾ അടങ്ങിയതാണ് റെസിഡുവൽ സ്പ്രേ എന്ന് പറയുന്നത്. പക്ഷെ ചില സമയത്ത് ഇപ്പൊ ക്യൂലെക്സ് കൊതുകിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. പക്ഷെ ചില സമയത്ത് ഈ ക്യൂലെക്സ് കൊതുകുകൾക്ക് റെസിഡുവൽ സ്പ്രേ അടിച്ചാലും അതിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ കുറച്ചും കൂടെ ഉയർന്ന തരത്തിൽ രാസരീതിയിൽ ഉപയോഗിച്ചാണ് ക്യൂലെക്സ് കൊതുകിനെ കൊല്ലുന്നത്. അടുത്തതായിട്ട് സ്പേസ് സ്പ്രേ. സ്പേസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലേ? അന്തരീക്ഷത്തില് നമ്മൾ സ്പ്രേ ചെയ്യുന്നു. നമുക്കറിയാം, നമ്മളിപ്പോ തോട്ടത്തില്, പറമ്പില്, മറ്റേ റബ്ബർ പറമ്പിലൊക്കെ നിറയെ കൊതുകായിരിക്കും. അപ്പൊ കൊതുകിനെ രക്ഷപ്പെടാൻ നമ്മൾ എന്താ സാധാരണ ചെയ്യാറ്? വലിയ ഏരിയയില് അത് പറമ്പിലൊക്കെ കൊതുക് കൂടുമ്പോൾ നമ്മള് മറ്റേ വലിയ മെഷീൻ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാറില്ല കൊതുകിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് നമ്മൾ സ്പേസ് സ്പ്രേ എന്ന് പറയുന്നത്. അതായത് വലിയ രീതിയിലുള്ള സ്ഥലങ്ങളിൽ, റബ്ബർ തോട്ടങ്ങളിൽ കൊതുകുകൾ വർദ്ധിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്രേ അടിച്ച് കൊതുകിനെ നശിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ സ്പേസ് സ്പ്രേ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ രീതിയാണ് ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നത്. ശരിക്കും ഇപ്പൊ നമ്മൾ പറഞ്ഞു പെൺകൊതുകുകളാണ് കൂടുതലായിട്ടും മനുഷ്യരെ ആക്രമിക്കുന്നതെന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ പെൺകൊതുകുകളുടെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി ഇവയെ നശിപ്പിക്കുന്ന രീതി കടന്നു വരുന്നുണ്ട് ഇന്നത്തെ സമയത്ത്. അതിനെയാണ് നമ്മൾ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി കൊതുകുകളെ നശിപ്പിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇത് പ്രധാനമായും ലാബിലൊക്കെ ചെയ്യാറുള്ളൂ. നമ്മൾ ഇപ്പൊ ഇത് വികസിച്ച് വരുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് കൊതുക് ജന്യ രോഗങ്ങൾ വളരുന്നത് കൊണ്ട് അതിന്റെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി കൊതുകുകളുടെ വളർച്ചയെ മുരടിപ്പിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് പൂർണ്ണ വളർച്ചയെത്തിയ കൊതുകുകളെ നമ്മൾ നശിപ്പിക്കുന്നത്. അടുത്തതായി എങ്ങനെ നമുക്കിനി കൊതുകിനെ നമ്മളെ കടിക്ക് നമുക്ക് നിയന്ത്രിക്കാം എന്ന് പറയാനായി മിസ് അഞ്ജസ് കരനെ ക്ഷണിച്ചു. നമ്മള് ഇതിനെ ലാർവ കാലഘട്ടത്തിലും അതുപോലെ തന്നെ പൂർണ്ണ വളർച്ചയിലെത്തിയ കൊതുകുകളെ എങ്ങനെ തടയാമെന്നുള്ളത് നമ്മൾ അശ്വിനി അറിയണം നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കൊതുക് കടിയിൽ നമുക്ക് എങ്ങനെയൊക്കെ സംരക്ഷണം നേടാമെന്നുള്ളതിനെ കുറിച്ചാണ്. ഒന്നാമത്തെയാണ് കൊതുക് വലയുടെ ഉപയോഗം. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കൊതുക് നമ്മൾ അറിയണമെന്നില്ല. അപ്പൊ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കൊതുക് വല ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കൊതുക് കടിയിൽ സംരക്ഷണം ലഭിക്കുന്നു. സാധാരണ നമ്മൾ വെള്ള നിറത്തിലുള്ളതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇളം നിറത്തിലുള്ളതോ ആയ കൊതുക് വലകൾ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കൊതുക് വന്നിരിക്കാൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഭയങ്കര കടും നിറമുള്ള കൊതുക് വല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഭയങ്കര ചൂടെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്ക് കടകളിൽ ഇപ്പം മരുന്നിന്റെ സാന്നിധ്യമുള്ള കൊതുക് വലകളൊക്കെ ലഭ്യമായി തുടങ്ങിയിട്ടുമുണ്ട്. രണ്ടാമത്തെയാണ് റിപ്പല്ലന്റുകളുടെ ഉപയോഗം, അതായത് കെമിക്കൽ റിപ്പല്ലന്റ്. അങ്ങനെ വെച്ചാൽ നമ്മൾ ഗുഡ് നൈറ്റ്
കെമിക്കൽ റിപ്പല്ലന്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ സോക്കറ്റിൽ ഇത് ഓൺ ആക്കി കഴിയുമ്പോൾ ഇതിന്റെ ഗന്ധം വഴി കൊതുക് നശിക്കുന്നതിന് സാധിക്കുന്നു. അപ്പൊ നമ്മൾ ഈ റിപ്പല്ലന്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൽ കയറി ആദ്യം റിപ്പല്ലന്റ് ഓൺ ആക്കണം. റിപ്പല്ലന്റ് ഓൺ ആക്കി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ റൂം അടച്ചിടണം. അപ്പൊ ആ സമയത്ത് നമ്മൾ ആ ഒരു റൂമിൽ പ്രവേശിക്കാൻ വേണ്ടി പാടില്ല. അതിനുശേഷം നമ്മളിത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഓഫ് ആക്കിയതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റോളം പുറത്തതിന് ശേഷം മാത്രം അകത്ത് പ്രവേശിക്കാൻ വേണ്ടി പാടുള്ളൂ. ഇത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ റിപ്പല്ലന്റുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് സ്ക്രീനിങ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജനലുകൾക്കും വാതിലുകൾക്കും അതുപോലെ തന്നെ വെന്റിലേഷൻ ബോർഡുകൾക്കൊക്കെ ചെറിയ ദ്വാരങ്ങളുള്ള മെഷ് ഉപയോഗിക്കുന്നതിനാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെറിയ ദ്വാരങ്ങളുള്ള മെഷ് ഉപയോഗിക്കുന്ന വഴി കൊതുകുകൾ പുറത്തു നിന്ന് വീടുകളിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും. പിന്നെയാണ് നമ്മുടെ ക്രീമുകളുടെ ഉപയോഗം. അതായത് നമ്മുടെ ചർമ്മത്തിൽ ഒഡോമോസ് പോലുള്ള ക്രീമുകൾ പുരട്ടുന്നത് വഴി നമുക്ക് കൊതുക് കടിക്കുന്ന സംരക്ഷണം ലഭിക്കുന്നു. ചിലർക്ക് അലർജി ഒക്കെ ഉള്ളപ്പം അത് ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നു വരുന്നില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ക്രീമുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ക്രീമുകൾ ഉപയോഗിച്ചാൽ നമുക്ക് ഇതിന്റെ കാലാവധി എന്ന് പറയുമ്പോൾ അത് നമുക്ക് കുറെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കത്തില്ല. ഇതിന്റെ പ്രതിരോധ ശേഷി വളരെ കുറവാണ്. പിന്നെയാണ് നമുക്ക് വീടുകളിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പല ചെറിയ പൊടിക്കൈകൾ എന്ന് പറഞ്ഞാൽ ശീമക്കൊന്നയുടെ ഇല കത്തിച്ച് പോയിക്കുക, അതുപോലെ തന്നെ പുൽത്താലി ഉപയോഗിക്കാം. പിന്നെ കുന്തിരിക്കൊക്കെ പോയിക്കുന്നത് വഴി നമുക്ക് ഈ കൊതുക് കടിയിൽ നിന്ന് മോചനം ലഭിക്കും. പിന്നെ ഉള്ളതാണ് നമ്മൾ ഒരു 5 മണി സന്ധ്യാസമയം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വാതിലുകളും ജനലുകളും പരമാവധി അടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുവഴി നമുക്ക് കൊതുകുകൾ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടി സാധിക്കും. പിന്നെ ഉള്ളതാണ് നമ്മളിപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിലും ഫുൾ കൈ നീളമുള്ള ഷർട്ടുകൾ അതുപോലെ ഫുൾ ഇറക്കമുള്ള പാൻറ്റുകൾ നമ്മൾ ധരിക്കാൻ വേണ്ടിയിട്ട്. അതുവഴി നമുക്ക് കൊതുക് കടിയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതാണ്. ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് കൊതുകുകളെ കുറിച്ചും അവ പറ്റുന്ന രോഗങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അവയെ നമുക്ക് എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ കുറിച്ചുമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് സംഗ്രഹിച്ച് സംസാരിക്കുന്നത് മിസ് അനുശ്രമിച്ചിറങ്ങി. നടക്കുന്ന ഇവകൾ വെറും നിസ്സാരക്കാരല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. പ്രതിവർഷം ഡെങ്കു കേസുകൾ 38 കേസുകളാണ് നമ്മുടെ ഈ കണ്ണൂർ പ്രദേശത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷൻ പരിസരത്ത് ഏകദേശം 5 കേസുകളാണ് മലേറിയ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതുങ്ങളെല്ലാം നിസ്സാരക്കാരാണോ? അല്ല. പല രോഗങ്ങൾ പടർത്തുവാനും ഇവർക്ക് കരുതുന്നു. അതുപോലെ തന്നെ ഈ കൊതുകുകളെ സവിശേഷതകളും അതുപോലെ തന്നെ അവയെ ഉന്മൂലനം ചെയ്യുവാൻ പറ്റുന്ന പല പദ്ധതികളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്നും ഞങ്ങൾ കരുതുന്നു. വളരെ നന്ദി, നമസ്കാരം.